to Bethlehem. In the day 17, Babylon. സിംഹക്കുഴിയിൽ സേഫ് ആയിട്ടിരിക്കുന്ന ഡാനിയലാണ് നമ്മൾ ഇന്ന് ബൈബിളിൽ കാണുന്നത്. നമ്മൾ ഇന്ന് ഫാമിലി ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ബൈബിൾ ഭാഗം ഡാനിയലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. Let's move to our first segment, the Bible word. ഇന്ന് നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്ന വചനഭാഗം ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ദാരിയുസ് രാജാവ് തന്റെ രാജ്യം മുഴുവന്റെയും അധികാരിയായി ദാനിയേലിനെ നിയമിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൽ മറ്റ് ദേശാധിപന്മാർക്ക് അസൂയ തോന്നി. അങ്ങനെ അവർ പല തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും രാജാവ് ദാനിയേലിനെ സിംഹക്കുഴിയിലെറിയാൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. പക്ഷേ സിംഹങ്ങൾ ദാനിയേലിനെ ഉപദ്രവിക്കുന്നില്ല. ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കാതിരിക്കില്ല. ഒന്ന്, മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടുന്നത് അപകടം വിളിച്ചു വരുത്തും. അനാവശ്യമായി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും നല്ലതല്ല. എല്ലാം അറിയുന്ന ദൈവം അവരെ രക്ഷിക്കുകയും നമ്മൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. 2ാമത്തെ കാര്യം, അന്യായമായി സിംഹക്കുഴിയിൽ എറിയപ്പെട്ടിട്ടും ദാനിയേൽ തനിക്ക് വേണ്ടി വാദിക്കുന്നതോ ന്യായീകരിക്കുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ ദൈവം തന്നെ ദാനിയേലിനെ രക്ഷിക്കാൻ തയ്യാറാകുന്നു. ചില ചെയ്യാത്ത തെറ്റുകൾക്ക് നമ്മളും പഴി കേൾക്കേണ്ടി വരാം. ആരൊക്കെ മനസ്സിലാക്കിയില്ലെങ്കിലും സത്യമറിയുന്ന ദൈവം എല്ലാം അറിയുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമ്മൾ വാദിക്കുന്നതിനേക്കാൾ നല്ലത് കർത്താവിന് ഡീൽ ചെയ്യാൻ വിട്ടുകൊടുക്കുന്നതാണ്. അതിനായി വചനഭാഗം വായിക്കുമ്പോൾ ഡാനിയേൽ നമ്മളെ ഇൻസ്പയർ ചെയ്യട്ടെ. പരിശുദ്ധാത്മാവ് കൃപ തന്ന് ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. അപ്പോൾ മറക്കാതെ വായിക്കാം ഡാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ഇനി നമുക്കൊരു ബേക്കറിനെ കുറിച്ചുള്ള ഒരു ക്രിസ്മസ് സ്റ്റോറി കേൾക്കാം. ആലിസ് ആന്റി അവിടെ റെഡിയാണ്. Our next segment, story time. ഹായ് കൂട്ടുകാരെ, സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് സീസണിലെ ഒരു കഥ കേൾക്കാം. ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ പറയും 12 ആണ് അല്ലേ? 12 ആണ് ഒരു ഡസൺ എന്ന് പറയും. ഇതിൻ്റെ പിന്നിൽ ഒരു ക്രിസ്മസ് സ്റ്റോറിയുണ്ട്. അതായത് ഹെൻറി 3 ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന സമയത്ത് വളരെ കർക്കശക്കാരനായ ഒരു രാജാവായിരുന്നു. പ്രത്യേകിച്ച് നാട്ടിൽ ആരെങ്കിലും ഈ കച്ചവടത്തിലൊക്കെ തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ പണിഷ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെയാണ് ജീവിച്ചിരുന്നത്. പ്രത്യേകിച്ച് ബേക്കറിയിൽ ക്രിസ്മസ് സീസണൊക്കെ ആയിക്കഴിഞ്ഞ് ഈ കുക്കീസൊക്കെ കൊടുക്കുമ്പം ഒരു ഡസൻ ചോദിച്ചാൽ 13 കൊടുക്കും. 13 ആയിരുന്നു ഒരു ഡസൻ. അതിൻ്റെ അങ്ങനെ ഈ ഒരു ചരിത്രം ഉണ്ടായിരുന്നുകൊണ്ട് അതിനെ ബേസ് ചെയ്ത് അമേരിക്കയിലൊരു ഫേമസ് സ്റ്റോറിയുണ്ട്. ബേക്കേഴ്സ് ഡസൻ എന്നാണ് ആ സ്റ്റോറിയുടെ പേര്. അതായത് ഒരു ബേക്കറി കച്ചവടം ചെയ്യുന്ന ഒരാളുടെ സ്റ്റോറിയാണ്. അപ്പോൾ ഒരു ക്രിസ്മസ് സീസണിൽ ഈ ബേക്കറിയിലെ കുക്കീസൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്, ഫേമസ് ആണ്, ധാരാളം ആൾക്കാർ വന്ന് വാങ്ങും. അങ്ങനെ ഒരു സീസണിൽ വളരെ തിരക്കുള്ളൊരു സമയം, കുറേ പേര് കുക്കീസ് വാങ്ങാൻ വരുമ്പോൾ ഒരു പ്രായമായ ഒരു അമ്മാമ്മ, ഒരു ഓൾഡ് ലേഡി അവിടെ കുക്കി വാങ്ങാൻ ചെന്നു. അപ്പോൾ ഒരു ഡസൻ കുക്കി ചോദിച്ചു. അദ്ദേഹം വേഗം ഒരു ഡസൻ പാക്ക് ചെയ്തപ്പോൾ അമ്മാമ്മ പറഞ്ഞു, ഒരു ഡസൻ 13 ആണ്, എനിക്ക് 13 കുക്കീസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ലില്ല, ഒരു ഡസൻ 12 ആണ്, 12 വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോകും, ഇവിടെ ആകെ തിരക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ ഈ പെട്ടെന്ന് ഈ അമ്മാമ്മ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കുക്കി വേണ്ട, വാങ്ങിച്ചിട്ടില്ല. എന്നിട്ട് അമ്മാമ്മ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, പക്ഷെ നിങ്ങളുടെ ഹൃദയം ചെറുതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അമ്മാമ്മ കുക്കി വാങ്ങാതെ പിണങ്ങി അങ്ങ് പോയി. അപ്പോൾ പിന്നെ അദ്ദേഹം അതൊന്നും മൈൻഡ് ചെയ്തില്ല. പക്ഷേ അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാളുടെ മനസ്സിലൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായി. എന്തുകൊണ്ടായിരിക്കും, എന്താ ഇങ്ങനെ സംഭവിച്ചത്? അങ്ങനെ പിറ്റേ ദിവസം വന്ന് ഇയാൾ പെട്ടെന്ന് ബേക്കറിയൊക്കെ തുറന്ന് കുക്കീസൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ കുക്കീസിൻ്റെ ടേസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് വാങ്ങിച്ച ആളുകൾ പിറ്റേ അടുത്ത ദിവസം തൊട്ട് സെയിൽ കുറയാൻ തുടങ്ങി. ബ്രെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല. അങ്ങനെ പുള്ളിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ സങ്കടപ്പെട്ട് ഇയാൾ കിടന്നുറങ്ങുന്ന രാത്രിയിൽ ഒരു ഡ്രീം കണ്ടു. ആ സ്വപ്നത്തിൽ ആരാ വന്നതെന്നറിയാവോ? സാന്റാക്ലോസ്. ഇദ്ദേഹം കണ്ട സ്വപ്നം ഇതായിരുന്നു. സാന്റാക്ലോസ് വലിയ വണ്ടിയിൽ സമ്മാനങ്ങളുമായിട്ട് പോകുന്നു. എല്ലാ സ്ട്രീറ്റിലുള്ള കുഞ്ഞുങ്ങൾക്ക്, വലിയ ആളുകൾക്ക് സമ്മാനമൊക്കെ കൊടുത്തപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവുക. ഇയാൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്തെന്നറിയാമോ? സാന്റാക്ലോസ് സമ്മാനങ്ങൾ കൊടുക്കുന്നതനുസരിച്ച് ഈ വണ്ടിയിൽ സമ്മാനങ്ങൾ തീരുന്നില്ല, കൊടുക്കുന്നതനുസരിച്ച് വീണ്ടും സമ്മാനങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ വളരെ ഫ്രഷ് മൈൻഡഡ് ആയിട്ട് അദ്ദേഹം പിറ്റേ ദിവസം ഉണർന്നു. വേഗം ബേക്കറി ചെന്ന് കുക്കീസൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് കുക്കീസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്.
അന്ന് ഈ അമ്മാമ്മ വരും. അമ്മാമ്മ വന്നപ്പോൾ ഇയാൾ വളരെ സന്തോഷത്തോടെ അന്നത്തേന് സോറിയൊക്കെ പറഞ്ഞ് അമ്മാമ്മയ്ക്ക് ഒരു 13 കുക്കീസ് എടുത്ത് പാക്ക് ചെയ്ത് സന്തോഷത്തോടെ കൊടുത്തു. ഇതാണ് ബേക്കേഴ്സ് ഡസൻ എന്ന സ്റ്റോറിയുടെ പിന്നിലുള്ള ചരിത്രവും കഥയും. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അപ്പം നമുക്കെന്താ, നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോഴാണ് നമുക്ക് എല്ലാം കൊടുക്കാൻ പറ്റുന്നത്. ക്രിസ്മസിൻ്റെ ഒരു അനദർ ബ്യൂട്ടിഫുൾ മെസ്സേജാണത്. അപ്പം ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബൈ. ഓരോ രാജ്യത്തെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയും ട്രഡീഷനും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഈ സെഗ്മെന്റ് നമ്മുടെ ഷോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെയിനിലെ ക്രിസ്മസ് കാഴ്ചകൾ കാണാം. അവർ നെക്സ്റ്റ് സെഗ്മെന്റ് ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. സ്പെയിനിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ അവരേറെ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് ക്രിസ്മസ് ദിനത്തിലെ പാതിരാ കുർബാന. നോച്ചെ ബുവീന എന്നാണ് ക്രിസ്മസ് ഈവിനെ ഇവർ വിളിക്കുന്നത്. രാത്രിയിലെ ദേവാലയത്തിലുള്ള തിരുക്കർമ്മങ്ങൾക്കു ശേഷം സംഘമായി പിരിയുന്ന വിശ്വാസികൾ ടോർച്ചുകൾ തെളിച്ച് തിരുക്കുമാരൻ്റെ പിറവിയുടെ ദിനം ഉറങ്ങാനുള്ളതല്ല, സന്തോഷിക്കാനുള്ളതാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് പാട്ടുകൾ പാടി തെരുവുകളിലേക്ക് പോകും. ഈ ഗായക സംഘങ്ങളെ വരവേൽക്കാനായി വീടുകളിലും നിരത്തുകളിലും ആളുകൾ കാത്തിരിക്കും. ഇത് ക്രിസ്മസ് രാത്രിയിലെന്നല്ല, ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് സംഗീതം അവതരിപ്പിക്കുന്ന ഇത്തരം സംഘങ്ങൾ സ്പെയിനിലെ എല്ലായിടത്തും സജീവമാണ്. ക്രിസ്മസ് സീസണിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് നഗരങ്ങളിലും തെരുവുകളിലും വീടുകളിലുമെല്ലാം പിറവിയുടെ രംഗങ്ങളെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ ഈ സമയങ്ങളിൽ ബൈബിൾ വായിക്കും. കുറച്ചുകൂടി ആത്മീയ നിറവിലാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഡിസംബർ 28-ാം തീയതിയും വളരെ പ്രധാനപ്പെട്ട ദിനമാണ് സ്പെയിൻകാർക്ക്. ഹോളി ഇന്നസെന്റ് സെയിൻസ് ഡേ എന്നാണ് ഇവിടുത്തുകാർ ഈ ദിവസത്തെ വിളിക്കുന്നത്. ഉണ്ണീശോയെ വധിക്കാനായി ഹെറോദേസ് രാജാവ് 2 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ വധിക്കാൻ പറഞ്ഞ് കുറെ കുഞ്ഞുങ്ങളെ വധിച്ചത് ഓർമ്മയില്ലേ? നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട് ആ ഭാഗം. ആ വിശുദ്ധാത്മാക്കളുടെ ഓർമ്മ ദിനമാണ് ഡിസംബർ 28. അതുകൊണ്ടാണ് സ്പെയിൻകാർ ഈ ദിവസത്തെ പ്രാധാന്യമുള്ളതായി കണ്ടുപോരുന്നത്. സ്പെയിനിലെ പുതുവത്സരാഘോഷങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഡിസംബർ 31-ാം തീയതി രാത്രി ആളുകൾ കൂട്ടം കൂട്ടമായി വിവിധയിടങ്ങളിൽ ഒരുമിച്ച് കൂടും. ഓൾഡ് നൈറ്റ് എന്നാണ് ഈ രാത്രിയെ സ്പെയിൻകാർ വിളിക്കുന്നത്. അന്നേ ദിവസം ഓരോ വ്യക്തികളും 12 മുന്തിരിപ്പഴങ്ങൾ കഴിക്കും. ഈ 12 മുന്തിരിപ്പഴങ്ങൾ എന്നത് വരാൻ പോകുന്ന 12 മാസങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ്. ഓരോ മുന്തിരിപ്പഴം കഴിക്കുമ്പോഴും ആ മാസം ഒരു ബ്ലെസ്സിങ്ങിൻ്റെ മാസമാവട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കഴിക്കുന്നത്. ഇത് ഡിസംബർ 31-ാം തീയതി സ്പെയിൻകാരുടെ ഇടയിലെ ഒരു വ്യത്യസ്ത രീതിയാണ്. പിന്നീട് വരുന്ന ആഘോഷം ജനുവരി 6-ാം തീയതി ഫീസ്റ്റ് ഓഫ് എപ്പിഫനിയാണ്. അന്ന് കുട്ടികൾക്കെല്ലാം വലിയ സന്തോഷമാണ്. കാരണം അവരുടെ ക്രിസ്മസ് സമ്മാനങ്ങളെല്ലാം തുറക്കുന്ന ദിവസമാണ് അന്ന്. ഈ ദിവസം വരെ കുട്ടികൾ കാത്തിരിക്കും. ഇവിടുത്തെ കുട്ടികൾ വിശ്വസിക്കുന്നത് പൂജരാജാക്കന്മാരാണ് സമ്മാനങ്ങൾ കൊടുക്കുന്നത് എന്നാണ്. ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലുള്ള കുട്ടികൾ സമ്മാനങ്ങൾക്കായി സാന്തായ്ക്ക് കത്തെഴുതുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ പൂജരാജാക്കന്മാർക്കാണ് കത്തെഴുതുന്നത്. കുട്ടികൾ ക്രിസ്മസ് സീസണിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കും. ജനുവരി 6-ലെ പൂജരാജാക്കന്മാരുടെ തിരുനാളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് 3 കിങ്സ് പരേഡ് അഥവാ എപ്പിഫനി പരേഡ്. കുറെ ആളുകൾ പരേഡിൽ പങ്കെടുക്കും. അതിൽ മിക്ക ആളുകളും രാജാക്കന്മാരുടെ വേഷമിട്ട് വലിയ പ്ലോട്ടുകളിലും മറ്റുമായി നടത്തുന്ന ഈ പരേഡിൽ പങ്കെടുക്കാൻ കുട്ടികൾക്കെല്ലാം വലിയ താല്പര്യമാണ്. അതുപോലെ തന്നെ ഫീസ്റ്റ് ഓഫ് എപ്പിഫനിയിൽ കഴിക്കുന്ന ഒരു പ്രത്യേകതരം കേക്കുണ്ട്. റോസ്കോൺ എന്നാണ് വളരെ രുചിയുള്ള ഈ കേക്കിൻ്റെ പേര്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഭവമാണ്. സ്പെയിനിലെ ആളുകൾക്കിടയിൽ ക്രിസ്മസ് സീസണിൽ ഒരു പ്രത്യേക കഥാപാത്രമുണ്ട്. ഒരു ക്രിസ്മസ് ലോഗാണത്. ടിയാഡെ നഡാൽ, അതായത് ക്രിസ്മസ് ലോഗ് എന്നാൽ 2 കുഞ്ഞു കാലുകളിൽ ഉറപ്പിച്ച ഒരു തടിക്കഷ്ണമാണ്.
ഈ ഉരുണ്ട തടിക്കഷണത്തിന്റെ മുഖഭാഗത്ത് പുഞ്ചിരിക്കുന്ന ഒരു മുഖം വരച്ചോ കൊത്തിയോ ഇവിടുത്തുകാർ വയ്ക്കും. ഡിസംബർ 8-ാം തീയതി മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന്റെ അന്നാണ് ടിയാടെ നടാൽ വീടുകളിൽ തയ്യാറാക്കി വെക്കുന്നത്. ചുവന്ന ക്രിസ്മസ് വസ്ത്രങ്ങൾ അണിയിച്ച് കമ്പിളി പുതപ്പിച്ചൊക്കെയാണ് ഈ ടിയാടെ നടാൽ ഒരുക്കുന്നത്. ഇതൊക്കെയാണ് സ്പെയിനിലെ ക്രിസ്മസ് വിശേഷങ്ങൾ. മ്യൂസിക് ഇസ് എനർജി. അത് കാരൽ സോങ് ആകുമ്പോൾ ഡബിൾ എനർജി. നമ്മുടെ പള്ളികളിലും വീടുകളിലും കാരൽ പാടി പോകുന്നത് എന്തൊരു നല്ല ഓർമ്മയല്ലേ ജോ? അതെ, അങ്ങനെ നമുക്ക് പുതിയ കാരൽ ഇട്ടിട്ട് വരാം. അവർ നെക്സ്റ്റ് സെഗ്മെന്റ് കാരൽ കണ്ടാൻഡോ. ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ തൃശ്ശൂർ അതിരൂപതയുടെ എറവിടവകയിൽ നിന്നുള്ള കൂട്ടുകാരാണ്. റോഡ് ടു ബെത്ലഹേമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ബെത്ലഹേമിലെ പുൽക്കുടിലിൽ എന്ന മനോഹരമായ ഗാനമാണ് ആലപിക്കുന്നത്. ഞങ്ങളുടെ കൂടെ നിങ്ങളും ആലപിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് എൻജോയ് ഇറ്റ്. Kanyagam
നമ്മുടെ ക്രിസ്മസ് പ്രിപ്പറേഷന്റെ 17th ഡേയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ബാബിലോണിലാണ്. നിങ്ങളുടെ ചാർട്ട് പേപ്പർ എല്ലാം കളർഫുൾ അല്ലേ? വി ആർ ഗോണ മാർക്ക്. കം ഓൺ. നമ്മുടെ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇന്നത്തെ ആക്ഷൻ ഇതാണ്. നമ്മുടെ ഒരു ദൈവവചനം ബൈ ഹാർട്ട് ചെയ്യുക. കൂട്ടുകാരെ, നിങ്ങളെല്ലാരും ബൈഹാർട്ട് ചെയ്യില്ലേ? ഇന്നലെ നൽകിയ ചോദ്യത്തിനുത്തരം യേശു ക്രിസ്തുവിനെ പറ്റി ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി പനക്കിൽ PO ജോസഫ് മനോജ്, 2A ശിവം എസ്റ്റേറ്റ്, ബിഹൈൻഡ് നവജീവൻ സൊസൈറ്റി, രാമേശ്വർ നഗർ, ജാൻ നഗർ, ഗുജറാത്ത്. ഇന്നത്തെ സമ്മാനത്തിനായുള്ള ചോദ്യം ഇതാണ്: ഡാനിയൽ എവിടെ നിന്നാണ് പ്രാർത്ഥിച്ചത്? ഞാൻ ഒന്നും കൂടി പറയാം. ഡാനിയൽ എവിടെ നിന്നാണ് പ്രാർത്ഥിച്ചത്? നിങ്ങൾ സമ്മാനങ്ങൾക്കായി ഉത്തരം അയക്കേണ്ട നമ്പർ 9605818881. ഞാൻ ഒന്നും കൂടെ പറയാം, 9605818881. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. Until then, take care. ബൈ.